ഹായ് ഹലോ ഫ്രണ്ട്സ്, പത്രമൻ്റെ സീരിയലിൻ്റെ ഒരു അടിപൊളി അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അജയൻ കഴിഞ്ഞ 22 വർഷങ്ങളായി മൂടി മറച്ചു വച്ചിരുന്ന ആ രഹസ്യങ്ങളെല്ലാം തന്നെ നന്ദു കണ്ടുപിടിക്കുകയാണ്. നാഗേന്ദ്രൻ്റെ ഇടപെടൽ കൊണ്ടാണിതെങ്കിലും സത്യാവസ്ഥ മനസ്സിലാക്കിയതിനു ശേഷമാണ് നന്ദു അജയനെ കസ്റ്റഡിയിലെടുക്കുന്നത്. ഇത്രയും വർഷങ്ങളായി ഒരിക്കൽ പോലും ഒരു സംശയത്തിനും ഇട കൊടുക്കാതെ അജയൻ കാണിച്ചുകൊണ്ടിരുന്ന തട്ടിപ്പ് നന്ദു ഒടുവിൽ പുറത്തു കൊണ്ടുവരികയാണ്. ഇത് കണ്ട് അനന്തപുരിയിലുള്ള എല്ലാവരും ആകെ ഷോക്കായി പോകുന്നുണ്ട്. ആരും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റാണ് ഈ കഥയിൽ സംഭവിക്കാൻ പോകുന്നത്. ആ ഒരു കിടലിൻ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ സ്റ്റേഷനിൽ പല പല ജോലികളിലായിട്ട് തിരക്കിലായിരിക്കുകയാണ് നന്ദു. ആ സമയത്താണ് നന്ദുവിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. തികച്ചും ഒഫീഷ്യലായിട്ടുള്ള ഒരു കോള് തന്നെയായിരുന്നു അത്. അതൊരു അജ്ഞാത നമ്പർ കൂടിയായിരുന്നു. നന്ദു കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിക്കുകയാണ്. നന്ദുവിനെ വിളിച്ചത് മറ്റാരുമല്ല, നാഗേന്ദ്രൻ തന്നെയാണ്. ഫോൺ എടുത്ത് സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ അത് നാഗേന്ദ്രനാണെന്നുള്ള കാര്യം നന്ദുവിന് മനസ്സിലായി. എന്താണ് കാര്യമെന്ന് നന്ദു അയാളോട് ചോദിക്കുന്നുണ്ട്. നാഗേന്ദ്രൻ പറയുന്നുണ്ട്, നമ്മൾ തമ്മിൽ ഇതുവരെ നേരിട്ട് കണ്ട് പരിചയമൊന്നുമില്ല, എങ്കിലും എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, അതെ, താൻ പറഞ്ഞത് ശരി തന്നെയാ. തന്നെ ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും തന്നെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ട്. നാഗേന്ദ്രൻ ഒന്ന് ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, പേരുകേട്ട എസ് ഐ അല്ലേ, അപ്പൊ പിന്നെ അറിയാതിരിക്കില്ലല്ലോ. ആട്ടെ, എന്നെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞതും മേഡം അറിഞ്ഞതും ഒന്നും തന്നെ ഞാൻ നിഷേധിക്കുന്നില്ല. നന്ദുവിന് ദേഷ്യം വരുന്നുണ്ട്. നന്ദു പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇപ്പം എന്നെ വിളിച്ചതെന്ന് പറയണം. എനിക്കിവിടെ വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, നോക്കാനുണ്ട് എന്നിങ്ങനെ ദേഷ്യപ്പെട്ട് തന്നെ പറയാം കേട്ടോ നന്ദു. അപ്പം അയാൾ പറയുന്നുണ്ട്, ഞാൻ ആരാണെന്ന് മേഡത്തിന് അറിയാമല്ലോ, അഭിയുടെയും അവന്തികയുടെയും അച്ഛനാണ്. എനിക്ക് മേഡത്തിനോട് ഒരു പരാതി മാത്രമേ പറയാനുള്ളൂ എന്ന് പറയുമ്പോൾ, എന്താ തന്റെ പരാതി എന്ന് നന്ദു ചോദിക്കുന്നുണ്ട്. അത് ഫോണിൽ കൂടി പറഞ്ഞാൽ ശരിയായില്ല മേഡം, നമുക്കൊന്ന് നേരിട്ട് കണ്ടാലോ എന്ന് അയാൾ ചോദിക്കുകയാണ് കേട്ടോ. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ താനത് ഫോണിൽ കൂടെ പറഞ്ഞാൽ മതി, തന്നെ കാണുന്നത് പോലും എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല എന്നൊക്കെ നന്ദു ഒരിഷ്ടമില്ലാത്ത രീതിയിൽ തന്നെയാണ് അയാളോട് സംസാരിക്കുന്നതും. അപ്പം അയാൾ പറയുന്നുണ്ട്, അയ്യോ, അങ്ങനെ ഫോണിൽ കൂടെ പറയാൻ പറ്റില്ല മേഡം, ഇത് വളരെ രഹസ്യമായിട്ട് തന്നെ മേഡത്തിനെ അറിയിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു കൂടിക്കാഴ്ചയിൽ മേഡത്തിന് ഉപകാരമുള്ള ചില കാര്യങ്ങളും കൂടി ഉണ്ട് എന്നിങ്ങനെ പറയുമ്പോഴേക്കും ഒടുവിൽ നന്ദു പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ താൻ സ്റ്റേഷനിലേക്ക് പോരെ എന്ന്. അയാൾ ഫോൺ വെച്ചതിന് ശേഷം നന്ദു ഇരുന്ന് ആലോചിക്കുകയാണ്. എന്തിനായിരിക്കും അയാൾ ഇങ്ങോട്ട് വന്ന് കാണണമെന്ന് പറഞ്ഞത്? എന്തായിരിക്കും അയാളുടെ പരാതി? അയാളും അയാളുടെ ഭാര്യയും മക്കളും ഒക്കെ എല്ലാം ഒറ്റക്കെട്ടിൽ കൂട്ടാം. എല്ലാത്തിൻ്റെയും സ്വഭാവം ഒരേപോലെ തന്നെയാണ്. മറ്റുള്ളവരുടെ ജീവിതം എങ്ങനെ നശിപ്പിക്കാമെന്ന് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അയാൾ എന്തെങ്കിലും പുതിയ തന്ത്രങ്ങളുമായിട്ടായിരിക്കും വരുന്നത്. എന്തായാലും അയാളുടെ അടുത്ത് കുറച്ച് കെയർഫുൾ ആയിരിക്കണം എന്നൊക്കെ തന്നെ നന്ദു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. അങ്ങനെ നാഗേന്ദ്രൻ നന്ദുവിനെ കാണാനായിട്ട് സ്റ്റേഷനിലേക്ക് വരികയാണ്. പക്ഷേ അയാളെ കാണാനോ അയാളോട് മിണ്ടാനോ ഒന്നും ഒട്ടും തന്നെ താല്പര്യമില്ലാട്ടോ നന്ദുവിന്. എന്താന്ന് വെച്ചാൽ അബിയുടെ എല്ലാ കൊള്ളരുതായ്മകൾക്കും എല്ലാ കള്ളത്തരങ്ങൾക്കും പിന്നിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുകയും അനന്തപുരിയിൽ ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്യുകയും ചേച്ചിമാരുടെ ജീവിതം തന്നെ നശിപ്പിക്കാൻ നോക്കിയതും നന്ദുവിനെ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ നോക്കിയതും അങ്ങനെ പല പല കാര്യങ്ങൾ നന്ദുവിൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ അയാളോട് ഭയങ്കര ദേഷ്യമാണ് നന്ദുവിന്. ഇപ്പോൾ അയാൾക്ക് ഒരു പരാതി ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ കൂടെ അയാളുമായി നേരിട്ടൊരു കൂടിക്കാഴ്ച നടത്തുന്നതിലൂടെ അയാൾക്ക് പിന്നിൽ മറിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ കൂടി കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിയാലോ എന്നൊക്കെ ഓർത്തിട്ടാണ് നന്ദു അയാളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് സമ്മതിക്കുന്നത് തന്നെ. അങ്ങനെ അയാൾ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. എന്തിനാ താൻ എന്നെ കാണണമെന്ന് പറഞ്ഞത്? എന്താ തൻ്റെ പരാതി എന്നിങ്ങനെ നന്ദു ഭയങ്കര ദേഷ്യത്തോടെ തന്നെ അയാളോട് ചോദിക്കുന്നുണ്ട്. അതിന് അയാൾ പറയുന്നുണ്ട്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മേഡത്തിനോട് ഞാൻ പറയാൻ പോകുന്നത്. പക്ഷേ അതിനു മുമ്പ് ഞാനിപ്പോൾ വല്ല തരികിടപ്പണിയും കാണിക്കാൻ വന്നതാണോ എന്നൊക്കെ മേഡത്തിന് ഒരു സംശയം ഉണ്ടാകാം. എന്നാൽ എൻ്റെ ഈ വരവിൻ്റെ പിന്നിൽ അങ്ങനെയുള്ള ഒരു ഉദ്ദേശവും ഇല്ലെന്ന് തന്നെ അയാൾ പറയുന്നുണ്ട്. അപ്പം നന്ദു പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ഒരു മുൻബുദ്ധിയോടുകൂടി എൻ്റെ മുമ്പിൽ വരുന്ന പരാതിക്കാരെ കാണാറില്ല. അവർക്ക് പറയാനുള്ളതെല്ലാം ക്ഷമയോടെ കേട്ട് അതിനുശേഷം മാത്രമേ ഞാൻ അക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുകയുള്ളൂ എന്നൊക്കെ നന്ദുവും പറയുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ആരാന്നും എന്താണെന്നൊക്കെ എനിക്ക് നന്നായി അറിയാവുന്നത് കൊണ്ട് ഞാൻ കുറച്ച് സൂക്ഷിച്ച് കരുതലോടെ മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ. നിങ്ങൾ എന്ത് ക്രൂരതയും എത്ര തറവിലകളും പോലും ചെയ്യാൻ ഒരു മടിയും കാണിക്കാത്തവരാണ്. പിന്നെ ഇപ്പോൾ നിങ്ങളെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് എൻ്റെ മുമ്പിൽ സംസാരിക്കാൻ അനുവദിച്ചത് തന്നെ എൻ്റെ മര്യാദയാണെന്ന് കൂട്ടിയാൽ മതി. അതുകൊണ്ട് താൻ വേഗം വന്ന് കാര്യം പറഞ്ഞിട്ട് പോകാൻ നോക്ക് എന്ന് തന്നെ നന്ദു പറയുന്നുണ്ട്. അപ്പോൾ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, അതെനിക്ക് മനസ്സിലായി, അങ്ങനെ തന്നെ വേണം. മേഡത്തിനെ കുറിച്ച് എല്ലാവർക്കും മൊത്തത്തിൽ നല്ലൊരു അഭിപ്രായമാണല്ലോ. എന്തായാലും ഞാൻ അധികം താമസിക്കാതെ വന്ന കാര്യം പറയാം. 22 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു തട്ടിപ്പിന്റെ കഥയാണ് എനിക്ക് മേഡത്തിനോട് പറയാനുള്ളത്. എനിക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ട് കഴിയുമ്പോൾ മേഡത്തിന് തന്നെ കാര്യം മനസ്സിലാകും. അന്നത്തെ ആ കുറ്റവാളി ഇന്ന് ഈ സമൂഹത്തിൽ മാന്യനായിട്ട് കുടുംബത്തിൽ നല്ല കുട്ടിയായിട്ട് എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിച്ച് ജീവിക്കുകയാണ് എന്ന് പറയുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, നിങ്ങൾ കാര്യം കുറച്ചുകൂടെ തെളിച്ച് പറയണം, എങ്കിലല്ലേ കേൾക്കുന്നവർക്ക് അത് മനസ്സിലാവുകയുള്ളൂ എന്ന് പറയുകയാണ് നന്ദു. എനിക്ക് ടൈം തീരെയില്ല, കുറച്ച് തിരക്കുണ്ട്, നിങ്ങളൊന്ന് വേഗം പറഞ്ഞിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നും കൂടി പറയുന്നുണ്ട്.
കുറച്ച് വിശദമായി പറഞ്ഞാൽ മാത്രമേ ഇതെല്ലാവർക്കും മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഒരു ആമുഖത്തിൽ പറഞ്ഞു തുടങ്ങിയത് എന്നിങ്ങനെ നമ്മുടെ നാഗേന്ദ്രൻ പറയുക കേട്ടോ. എന്നിട്ട് അയാൾ പറയുന്നുണ്ട്, മൂർത്തീസ് ജ്വല്ലറിയിൽ തിരിമറി നടത്തിയതിന്റെ പേരിലും തട്ടിപ്പ് നടത്തിയത് കൊണ്ടൊക്കെയാണ് എന്നെ ആ ജ്വല്ലറിയിൽ നിന്നും തറവാട്ടിൽ നിന്നും ഒക്കെ പുറത്താക്കിയതെന്ന് മേഡത്തിന് അറിയാമായിരിക്കുമല്ലോ. അതിന്റെ സത്യാവസ്ഥ മേഡത്തിനെ ബോധ്യപ്പെടുത്താനാണ് ഞാനിപ്പോൾ വന്നത് എന്ന് പറയുമ്പോഴേക്കും നന്ദു ചോദിക്കുന്നുണ്ട്, എന്താ ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ നിരപരാധിയാണെന്നാണോ താൻ പറഞ്ഞു വരുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും, അതിലിപ്പോ ഞാൻ നിരപരാധിയാണെങ്കിലും അല്ലെങ്കിലും അത് തെളിയിച്ചത് കൊണ്ട് എനിക്കിവിടെ ഒന്നും നേടാനില്ല. എനിക്ക് നഷ്ടമായ 22 വർഷങ്ങൾ എൻ്റെ ജീവിതം അതെനിക്ക് തിരികെ തരാൻ ആരെക്കൊണ്ടും പറ്റില്ലല്ലോ. അതുകൊണ്ട് ആ ഒരു കേസിന്റെ പിന്നാലെ പോകുന്നതിനല്ല ഞാനിപ്പോൾ വന്നത്. പക്ഷേ മറ്റൊരു കാര്യം എനിക്ക് പറയാനുണ്ട് എന്നിങ്ങനെ പറയുമ്പോഴേക്കും, അതല്ലെങ്കിൽ പിന്നെ താൻ എന്ത് പറയാനാ ഇങ്ങോട്ടേക്ക് വന്നു എന്ന് ചോദിക്കുകയാണ് നന്ദു. 22 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മാല മാറ്റിയ ഡ്യൂപ്ലിക്കേറ്റ് മാല കസ്റ്റമറിന് കൊടുത്തു എന്ന പേരിലാണ് എന്നെ തറവാട്ടിൽ നിന്ന് പുറത്താക്കിയത്. എന്നാൽ അതിനേക്കാളും വലിയ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ ആ കുടുംബത്തിൽ ഇപ്പോഴും ഉണ്ട്, ആ ജ്വല്ലറിയിലുണ്ട്. അതാരാണെന്ന് നന്ദു സാറിന് ഊഹിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം കേട്ടോ. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, അനന്തപുരി തറവാട്ടിൽ അങ്ങനെ നേരായ മാർഗത്തിലല്ലാതെ തെറ്റായ മാർഗത്തിൽ മുന്നോട്ട് പോകുന്ന രണ്ട് പേരേ ഉള്ളൂ. അത് നിങ്ങളുടെ ഭാര്യയും മകനുമാണ്. ബാക്കിയുള്ളവർ അങ്ങനെയുള്ള വളഞ്ഞവഴി സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നവരല്ല എന്ന് പറയുമ്പോഴേക്കും, അങ്ങനെ തന്നെയാണ് എല്ലാവരുടെയും വിശ്വാസം എന്ന് പറയുകയാണ് നാഗേന്ദ്രൻ. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല, എന്നെക്കാളും വലിയൊരു ചതി ആ ജ്വല്ലറിയോടും കുടുംബത്തോടും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്ന് നാഗേന്ദ്രൻ പറയുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? വളച്ചുകെട്ടില്ലാതെ കാര്യങ്ങൾ പറയൂ, തെളിവുകളുണ്ടെങ്കിൽ ഞാൻ അന്വേഷണം നടത്താം എന്ന് പറയുകയാണ്. അപ്പൊ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, കോടികളുടെ കള്ളക്കടത്ത് സ്വർണം ആ ജ്വല്ലറി വഴി വിറ്റഴിച്ച് ഒരുപാട് സമ്പാദിച്ചു കൂട്ടിയ ഒരാൾ ആ കുടുംബത്തിലുണ്ട് മേഡം. അനന്തപുരി തറവാട്ടിലെ സ്വത്തുക്കൾ കൂടാതെ പുറത്ത് പടുകൂറ്റം ബംഗ്ലാവും എസ്റ്റേറ്റുകളും കാറുകളും ഒക്കെയുണ്ട്. ആരും അറിയാതെ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് അയാൾ. എല്ലാം അയാളുടെ ബിനാമികളുടെ പേരിലാണെങ്കിലും എല്ലാത്തിൻ്റെയും ഉടമ അയാൾ തന്നെയാണ്. ഭാര്യയ്ക്ക് മാത്രം അറിയാവുന്ന ഈ രഹസ്യങ്ങൾ അയാൾ ഇത്രയും കാലം മൂടിവെച്ചത് ഒരു നിർഗുണനായിട്ടും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിലൊന്നും ഇടപെടാതെ മാറി നിന്നും ഒക്കെയാണ്. അത് ആരാണെന്നറിഞ്ഞാൽ ചിലപ്പോൾ മേഡം ഞെട്ടും, ഉറപ്പായും ഞെട്ടും. മേഡം സ്നേഹിക്കുന്ന പയ്യനുണ്ടല്ലോ അനി, അനിയുടെ അച്ഛൻ അജയനെ പറ്റിയാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് നാഗേന്ദ്രൻ പറയുമ്പോഴേക്കും നന്ദു ആകെ ഞെട്ടിപ്പോവുകയാട്ടോ. എന്തൊക്കെയാ നിങ്ങളീ പറയുന്നത്? വീണ്ടും നുണകൾ പറഞ്ഞ് ആ കുടുംബത്തിൽ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണോ? കുടുംബത്തിലുള്ളവരെ തമ്മിൽ തല്ലിക്കാനാണോ നിങ്ങൾ നോക്കുന്നത്? അല്ല, നിങ്ങൾ എന്താ വിചാരിച്ചത്? നിങ്ങൾ ഈ പറഞ്ഞത് മുഴുവൻ ഞാൻ അങ്ങ് വിശ്വസിച്ചെന്നോ? ഒരിക്കലുമില്ല. നിങ്ങളും നിങ്ങളുടെ ഭാര്യയും മക്കളും എല്ലാം ശരിയാ, എല്ലാവർക്കും ഒരേ സ്വഭാവമാ. ആരെയും കുടിച്ചു വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ ഞാൻ വിശ്വസിക്കില്ല എന്ന് നന്ദു അയാളോട് തറപ്പിച്ച് പറയുക കേട്ടോ. അപ്പൊ അയാൾ പറയുന്നുണ്ട്, ഞാൻ പറയുന്ന ഒന്നും മേഡം വിശ്വസിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം മേഡം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാ ഡോക്യുമെന്റ്സും എല്ലാ തെളിവുകളും കൊണ്ടുവന്നത്. മേഡം ഒന്നും ഓർത്തോ, ആ കുടുംബത്തോടും ജ്വല്ലറിയോടും ഈ ചതി ചെയ്തവൻ തന്നെയാണ് എന്നെ അവിടുന്ന് പുറത്താക്കാൻ കൂടുതൽ ഉത്സാഹം കാണിച്ചതും. കാരണം ഈ കാര്യങ്ങളെല്ലാം എനിക്കറിയാവുന്നത് അജയൻ അറിയാമായിരുന്നു. എന്നെ അവിടെ നിന്ന് പുറത്താക്കേണ്ടത് അജയന്റെയും കൂടി ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് എല്ലാ തെളിവുകളും എനിക്കെതിരാക്കിയപ്പോൾ ആ അവസരം നഷ്ടപ്പെടുത്താതെ പൂർണ്ണമായും അവൻ ഉപയോഗിച്ചത്. എല്ലാത്തിനും എൻ്റെ കൂടെ ഉണ്ടാകും എന്ന് ഉറപ്പ് തന്ന ജലജ പോലും ഒടുവിൽ എന്നെ തള്ളിപ്പറയുകയായിരുന്നു. എന്നിട്ട് ഞാൻ കുറച്ചു നാൾ കൂടി അവിടെ ചുറ്റിപ്പറ്റി നടന്നു. എൻ്റെ നിരപരാധിത്വം എല്ലാവർക്കും മുമ്പിൽ തെളിയിക്കാൻ ഞാൻ എന്നെക്കൊണ്ട് കഴിയും പോലെ നോക്കി. എല്ലാവരും കൂടി ചതിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നിട്ടും എൻ്റെ വാക്ക് കേൾക്കാൻ ആരും കൂട്ടായില്ല. അതെനിക്കുണ്ടാക്കിയ വിഷമം അത്ര ചെറുതൊന്നുമല്ല. മാത്രമല്ല, ഞാൻ ഈ നാട് വിട്ടുപോയി എന്ന് ഉറപ്പിക്കുന്നത് വരെ അവനൊരു സമാധാനം ഇല്ലാതെ പാഞ്ഞു നടക്കുകയായിരുന്നു. ഞാൻ ഈ നാട് വിട്ടുപോയി എന്നറിഞ്ഞതിനു ശേഷമാണ് അവരെല്ലാം സമാധാനമായിട്ടിരിക്കാൻ തുടങ്ങിയത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുത്തച്ഛൻ അറിയുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ഇതൊക്കെ നിങ്ങളുടെ മൂർത്തി മുത്തച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ആ തറവാട്ടിൽ നിന്ന് അജയനെയും അവന്റെ ഭാര്യനെയും മക്കളെയെല്ലാം പുറത്താക്കും. അപ്പൊ നന്ദു പറയുന്നുണ്ട്, താൻ പറയുന്നതൊന്നും ഞാൻ വിശ്വസിക്കില്ല. 10-20 വർഷം മുമ്പ് നടന്ന കാര്യമല്ലേ. അനിയുടെ അച്ഛൻ ഇങ്ങനൊരു കാര്യം ചെയ്യുമെന്നോ വർഷങ്ങളായിട്ട് കുടുംബത്തെയും ജ്വല്ലറിയും ഒക്കെ ചതിച്ചുകൊണ്ടിരിക്കുകയാണെന്നോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ആർക്കും അങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ല. അത്രയ്ക്ക് രഹസ്യമായിട്ട് അവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. മൂന്നാറിലും ഊട്ടിയിലും ഒക്കെ ആയിട്ട് തോട്ടങ്ങളും എസ്റ്റേറ്റുകളും ഒക്കെ ഉണ്ട് അയാൾക്ക്. അയാൾ അതെല്ലാം വാങ്ങിക്കൂട്ടിയിരിക്കുന്നത് ബിനാമികളുടെ പേരിലാണ്. മാത്രമല്ല ഒരുപാട് ബാങ്ക് ഡെപ്പോസിറ്റും ഉണ്ട്. ഭാര്യ ജാനകിയുടെ പേരിലും കുറച്ച് ആസ്തി അയാൾ തരപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ തറവാട്ടിൽ അയാൾക്ക് ഇത്രയധികം സ്വത്തുക്കൾ ഉണ്ടെന്നുള്ള വിവരം അറിയാവുന്നത് അയാളുടെ ഭാര്യയ്ക്ക് മാത്രമാണ്. അത് മാത്രമല്ല, അനി മേഡം വിവാഹം കഴിക്കുന്നതിനോടോ ഒന്നിച്ച് ജീവിക്കുന്നതിനോടോ അയാൾക്ക് എതിർപ്പ് തോന്നുന്നതും അതുകൊണ്ട് തന്നെയാണ്. അതിലുപരി മേഡത്തെ പോലെ ഒരു പോലീസ് ഓഫീസർ അവിടേക്ക് മരുമകളായി ചെന്നാൽ അയാളുടെ കള്ളങ്ങൾ വെളിച്ചത്താകുമെന്ന് അയാൾക്ക് നല്ല ഭയമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ ബന്ധത്തെ മുത്തശ്ശൻ അംഗീകരിച്ചിട്ട് പോലും അജയനും അയാളുടെ ഭാര്യയും ഇത്രയും അധികം എതിർക്കുന്നത് എന്നും കൂടി നാഗേന്ദ്രൻ പറയുന്നുണ്ട്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല മേഡം, ഒരുപാട് നാളായി ഇതിങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ട് നടക്കുകയാണ് അയാൾ.
മൂർത്തീസ് ജ്വല്ലറിയുടെ പേരും പെരുമയും ഉപയോഗിച്ച് അയാൾ സ്വന്തമായിട്ട് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ടാണ് സ്വത്ത് സമ്പാദിക്കുന്നത്. കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന സ്വർണത്തിലും അജയൻ മായം കലർത്തിയിട്ടുണ്ട്. വിത്തൗട്ട് ബില്ലിൽ ഇഷ്ടം പോലെ സ്വർണവും കൊടുക്കുന്നുണ്ട് എന്ന് നാഗേന്ദ്രൻ പറയുമ്പോഴേക്കും ആദർശേട്ടനല്ലേ കമ്പനിയുടെ MD സ്ഥാനം തിരിക്കുന്നത്? എല്ലാത്തിൻ്റെയും മേൽനോട്ടം വഹിക്കുന്നത് ആദർശേട്ടനല്ലേ? ജ്വല്ലറിയിൽ ഇങ്ങനെ ഒരു തിരുമറ നടന്നിട്ടുണ്ടെങ്കിൽ, കള്ളക്കടത്ത് സ്വർണം വന്നിട്ടുണ്ടെങ്കിൽ അത് ആദർശേട്ടൻ അറിയാതിരിക്കുവോ? അവിടെയാണ് അജയന്റെ മിടുക്ക്. അയാൾ നോക്കി നടത്തുന്ന ബ്രാഞ്ചിലാണ് അയാൾ ഈ തിരിമറിയൊക്കെ നടത്തുന്നത്. അവിടെയുള്ള സ്റ്റാഫുകളെല്ലാം അയാളുടെ കൂടെയുണ്ട്. കിട്ടുന്ന ലാഭത്തിൽ ഒരു ഭാഗം അവർക്ക് കൊടുത്താൽ അവർക്കും മെച്ചമല്ലേ? അതുകൊണ്ട് അവരും മിണ്ടില്ല. പിന്നെ വിശ്വസ്തന്മാരായ 2 മാനേജർമാരും കൂടി അയാളുടെ കൂടെ ഉണ്ടെന്നേ. ഈ കാര്യങ്ങളെല്ലാം മറ്റാരും അറിയാതെ അവരാണ് നോക്കുന്നതെന്നും പറയുന്നുണ്ട് അയാൾ. നന്ദുവിന് ആകെ തല പുകയുന്നത് പോലെ തന്നെ തോന്നുകയാണ്. അയാൾ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ സമയത്ത് നാഗേന്ദ്രൻ ഡോക്യുമെന്റ്സും കൊണ്ടുവന്ന തെളിവുകളും എല്ലാം എടുത്ത് നന്ദുവിന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം പരിശോധിച്ചാൽ 22 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന തട്ടിപ്പിന്റെ കഥ മേഡത്തിന് മനസ്സിലാവും. വിശദമായ ഒരു അന്വേഷണം നടത്തിയാൽ അയാളുടെ പേരിലും ഭാര്യയുടെ പേരിലും എന്തൊക്കെ സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ടെന്നുള്ളത് എല്ലാ വിവരങ്ങളും അറിയാൻ കഴിയും. അതുപോലെ എവിടെ നിന്നാണ് ഈ കള്ളക്കടത്ത് സ്വർണം വരുന്നതെന്നും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ബിനാമികളെയും കടത്തുകാരെയും അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഡോക്യുമെന്റ്സിൽ ഉണ്ട് മേഡം. ഇതൊക്കെ വേണ്ട രീതിക്കൊന്ന് അന്വേഷിച്ചാൽ മാത്രം മതി. കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് അയാൾ സ്വന്തം തറവാട്ടിൽ നിന്നുകൊണ്ട് തന്നെ നടത്തിയിട്ടുണ്ട്. അയാൾ ഇത്രയും പറഞ്ഞ് നിർത്തുമ്പോഴേക്കും കേട്ട കാര്യം ഓർത്ത് നന്ദു ആകെ വിഷമിച്ച് തന്നെ നിൽക്കുകയാണ്. ഇയാൾ ഇത്ര കോൺഫിഡൻസോടുകൂടി ഈ തെളിവുകളോടുകൂടി പറയുമ്പോൾ അതിലെന്തൊക്കെയോ പൊരുളുകളുണ്ടെന്നുള്ളത് നന്ദുവിനും മനസ്സിലാവുന്നുണ്ട്. ഈശ്വര, ഇയാൾ ഈ പറയുന്നത് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും വയ്യ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എന്തായാലും എടുത്തു ചാടി ഒന്നും ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കാര്യങ്ങളൊക്കെ നന്നായിട്ട് അന്വേഷിച്ചതിന് ശേഷം മാത്രം മൂർത്തി മുത്തശ്ശനെ ഇത് അറിയിച്ചാൽ മതി. അതുപോലെ തന്നെ ആദർശേട്ടനെയും ചേച്ചിയെയും. എന്നിട്ട് നാഗേന്ദ്രനോട് പറയുന്നുണ്ട്, തൽക്കാലം ഈ ഡോക്യുമെന്റ്സ് ഒക്കെ എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ഞാൻ ഇതെല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തിട്ട് വേണ്ട നടപടി സ്വീകരിച്ചോളാം എന്ന് പറയുകയാണ് നന്ദു. അപ്പോൾ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ഈ ഡോക്യുമെന്റ്സ് എല്ലാം വെറും കോപ്പിയാണ് മേഡം. ഇതിന്റെ എല്ലാം ഒറിജിനൽ എൻ്റെ കയ്യിൽ ഭദ്രമായി ഉണ്ട്. അത് വെച്ചിട്ട് എനിക്കും ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. കാമുകന്റെ അച്ഛനല്ലേ, അതുകൊണ്ട് അല്പം വിട്ടുവീഴ്ച ചെയ്യാമെന്ന് മേഡത്തിന് തോന്നിയാലോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് മേഡം ഓർമ്മയിൽ വെച്ചോളൂ എന്ന് പറഞ്ഞിട്ടാണ് അയാൾ അവിടെ നിന്നും പോകുന്നത്. നന്ദുവിന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ വിഷമിച്ചിരിക്കുകയാണ്. ഈ വിവരങ്ങളെല്ലാം അനിയെ വിളിച്ച് പറഞ്ഞാലോ എന്ന് ആലോചിക്കുന്നുണ്ടെങ്കിലും അനി ഒരിക്കലും ഇത് വിശ്വസിക്കില്ല എന്ന് നന്ദുവിന് ഉറപ്പായിരുന്നു. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? ആദർശേട്ടനെയും നയനേടത്തെയും വിളിച്ച് ഈ വിവരങ്ങൾ അറിയിക്കുന്നതിന് മുമ്പായി അനിയോട് ഇതേപ്പറ്റി ചെറുതായി ഒന്ന് സൂചിപ്പിക്കാം. പറ്റുവാണെങ്കിൽ 22 വർഷം മുമ്പുള്ള ജ്വല്ലറിയിലെ കണക്കുകളും കാര്യങ്ങളും സംഘടിപ്പിക്കാൻ പറ്റുമോ എന്നും നോക്കണം എന്ന് തന്നെ തീരുമാനിക്കുകയാണ് നന്ദു. ശേഷം അനിയെ വിളിച്ചു വരുത്തി ഈ കാര്യങ്ങളെല്ലാം തന്നെ അനിയോട് പറയുന്നുണ്ട് നന്ദു. എനിക്കും ഇത് കേട്ടിട്ട് ഒട്ടും വിശ്വസിക്കാനാവുന്നില്ല. നാഗേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളല്ലേ ഇതെല്ലാം. അയാൾ കാരണം കുടുംബത്തിലുള്ളവർ ഇപ്പൊ എന്തോരം ബുദ്ധിമുട്ട് അനുഭവിച്ചു. എന്തിന്? നിന്നെ പോലും അയാൾ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ നോക്കിയില്ലേ നന്ദു? അതുകൊണ്ട് അയാൾ പറയുന്ന ഒന്നും തന്നെ നീ സീരിയസ് ആക്കി എടുക്കണ്ടെന്ന് തന്നെ പറയുക. ഇനി ഇതുപോലൊരു നുണക്കഥയും കൊണ്ടുവന്ന് കുടുംബത്തിലുള്ളവരെ തമ്മിൽ തല്ലിക്കാനുള്ള അയാളുടെ ബുദ്ധിയായത്. അയാളുടെയും അബിയുടെയും അപ്പച്ചിയുടെയും ഒക്കെ ബുദ്ധി ഏകദേശം ഒരുപോലെയാ. കുടുംബത്തിനകത്ത് എങ്ങനെ കലഹം ഉണ്ടാക്കാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരാ അവരൊക്കെ. അതുകൊണ്ട് അവർ പറയുന്ന കാര്യങ്ങളൊന്നും അങ്ങ് സീരിയസ് ആക്കി എടുക്കേണ്ട തന്നെ കാര്യമില്ല. അയാൾ കൊണ്ടുവന്ന ഡോക്യുമെന്റ്സ് ഒക്കെ എല്ലാം വ്യാജമായി ഉണ്ടാക്കിയെടുത്താണെങ്കിലോ? അയാളുടെ മകനെയും മരുമകളെയും മുൻനിർത്തി എൻ്റെ കുടുംബത്തിനോട് ഇത്രയൊക്കെ ദ്രോഹം ചെയ്തിട്ടും അയാൾക്ക് മതിയായിട്ടില്ല. എന്നിട്ട് ഒന്നും നടക്കാതെ ആയപ്പോൾ പുതിയ പദ്ധതിയുമായിട്ട് ഇറങ്ങിയിരിക്കുന്നതാ അയാൾ. എൻ്റെ അച്ഛൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. എൻ്റെ വീട്ടിലുള്ളവരെ കുറിച്ചെല്ലാം നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ നന്ദു. അബിയും അവൻ്റെ അമ്മയും അച്ഛനും അനിയത്തിയും ഒക്കെ ഇങ്ങനെ വളഞ്ഞ വഴിയിലൂടെ പണം സമ്പാദിക്കാൻ നോക്കുന്നത്. അച്ഛനും വലിയച്ഛനും ഒന്നും ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അതിൻ്റെ ആവശ്യം അവർക്കില്ലല്ലോ എന്ന് തന്നെ പറയുകയാണ് അനി. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, നീ പറഞ്ഞതൊക്കെ ശരിയാനി. അയാൾ പറഞ്ഞു ഒന്നും ഞാനങ്ങനെ വിശ്വസിച്ചിട്ടൊന്നുമില്ല. ഇങ്ങനെയുള്ള ഒരു കാര്യം ആയതുകൊണ്ടാണ് ഞാനിത് നിന്നോട് തന്നെ ആദ്യം പറഞ്ഞത്. അയാൾ എന്നോട് ഇക്കാര്യം പറഞ്ഞപ്പോഴും നീ ചിന്തിച്ച പോലെ തന്നെ ഞാനും ചിന്തിച്ചത്. എനിക്കറിയാം അനിയുടെ അച്ഛനും വലിയച്ഛനും ഒന്നും ഒരിക്കലും ഇതുപോലുള്ള കാര്യമൊന്നും ചെയ്യില്ല എന്ന്. അതുകൊണ്ട് ഞാൻ അതൊക്കെ ആ വഴിക്ക് തന്നെ വിട്ടുവെന്ന് പറയുകയാണ് കേട്ടോ. പിന്നീട് നന്ദു രഹസ്യമായ ഒരു അന്വേഷണം നടത്താൻ തീരുമാനിക്കുകയാണ്. എന്തായാലും ഇങ്ങനൊരു പരാതി കിട്ടിയതല്ലേ. അത് തന്നെയുമല്ല, നാഗേന്ദ്രനെ തറവാട്ടിൽ നിന്ന് പുറത്താക്കിയതിന്റെ യഥാർത്ഥ കാരണം ഇപ്പോഴും അവർക്ക് പിടികിട്ടിയിട്ടില്ല. അതിന്റെ പുറകെ അവർ നടക്കുന്നുണ്ടെങ്കിലും കാര്യങ്ങൾക്കൊന്നും ഇതുവരെ വ്യക്തത വരാത്തതുകൊണ്ട് ഇതും അതും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം ഇത് അന്വേഷിച്ചു പോകുമ്പോൾ ചിലപ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടുമോ എന്നൊരു സംശയം നമ്മുടെ നന്ദുവിന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ നാഗേന്ദ്രൻ കൊടുത്ത ഡോക്യുമെന്റ്സ് എല്ലാം പഠിച്ചതിന് ശേഷം നന്ദു അജയന്റെയും ജാനകിയുടെയും ബാങ്ക് ഡീറ്റെയിൽസ് ഉൾപ്പെടെ അവരുടെ പേരിൽ എന്തുമാത്രം സ്വത്തുക്കൾ ഉണ്ടെന്നൊക്കെ ഉള്ളതൊന്ന് അന്വേഷിക്കുകയാണ്. പിന്നീട് ആദർശിനെയും നയനെയും വിളിച്ചു വരുത്തി നന്ദു ഈ കാര്യങ്ങളെല്ലാം തന്നെ പറയുകയാട്ടോ. അവരും ആദ്യം അനി പറഞ്ഞതുപോലെ തന്നെയാണ് പ്രതികരിച്ചത്. എന്നാൽ നന്ദുവിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി ലഭിച്ച വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തി നോക്കുമ്പോൾ എവിടെയൊക്കെയോ ചില പാളിച്ചകൾ ഉള്ളതായി മനസ്സിലാക്കുകയാണ്. പിന്നീട് ആദർശ് 10-20 വർഷം മുമ്പ് മുതലുള്ള ജ്വല്ലറിയുടെ അക്കൗണ്ട് ബുക്കുകളും സിസ്റ്റത്തിലുള്ള വിവരങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കുകയാണ്.
എവിടേക്കോ ക്രമക്കേടുകൾ നടന്നതായി ആദർശനും ബോധ്യപ്പെടുന്നുണ്ട്. തുടർന്ന് നയനയും ആദർശൻ നന്ദുവും സേവ്യറിന്റെ സഹായത്തോടു കൂടി അജയനും ജാനകിയും വീക്ഷിക്കുകയും അവരുടെ ഫോൺ കോളുകൾ ഉൾപ്പെടെ എല്ലാം നോക്കുകയും ചെയ്യുന്നുണ്ട്. അവരുടെ ബാങ്ക് ഡീറ്റെയിൽസുകൾ പരിശോധിക്കുന്നുണ്ട്. അവരുടെ പേരിലും അവരുടെ ബിനാമികളുടെ പേരിലുമായിട്ട് ഏതൊക്കെ തരത്തിലുള്ള സ്വത്തുക്കൾ ഉണ്ടെന്നുള്ളതും കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ ആ വഴിക്ക് തന്നെ അവരുടെ അന്വേഷണങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിച്ചിട്ടായിരിക്കണം ഇളയമ്മയും ഇളയച്ചനും അനിയും നന്ദുവും തമ്മിൽ ഒന്നിക്കുന്നതിനെ ശക്തമായി എതിർക്കുന്നതെന്നും അവരുടെ വിവാഹം നടത്താൻ സമ്മതിക്കാത്തതെന്നും നയനയും ആദർശം പറയുന്നുണ്ട്. അങ്ങനെ ഒന്നിച്ചുള്ള അന്വേഷണങ്ങൾക്കൊടുവിൽ അജയനും ജാനകിയും കാണിച്ച കള്ളത്തരങ്ങളും അതോടൊപ്പം ജലജ എന്തിനാണ് ഇവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സ്വന്തം ഭർത്താവിനെ ചതിച്ച് വീട്ടിൽ നിന്നും പുറത്താക്കിയത് എന്നുള്ള കാര്യങ്ങളെല്ലാം എല്ലാവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുകയാണ് ആദർശൻ നയനയും കൂടി. അജയനും ജാനകിയും കാണിച്ച കള്ളത്തരങ്ങളിലെല്ലാം ഒരു പങ്ക് ജലജയ്ക്കുമുണ്ട്. അതിൻ്റെ എല്ലാം ഒരു വിഹിതം ജലജയുടെ അക്കൗണ്ടിലേക്കും ചെന്നിട്ടുണ്ട്. വർഷങ്ങളായി നടന്നുകൊണ്ടിരുന്ന ഈ രഹസ്യങ്ങളെല്ലാം നാഗേന്ദ്രനാണ് കണ്ടുപിടിക്കുന്നതും നാഗേന്ദ്രൻ അത് മുത്തച്ഛൻ്റെ മുമ്പിൽ അറിയിക്കുമെന്നൊക്കെ പറയുന്നതിനെ തുടർന്നാണ് നാഗേന്ദ്രനോട് ഇവർ 3 പേരും ഈ ഒരു ചതി ചെയ്തത്. എല്ലാ കുറ്റങ്ങളും നാഗേന്ദ്രന്റെ തലയിൽ കെട്ടിവെച്ച് നാഗേന്ദ്രനെ തറവാട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അന്ന് ആ മാല കേസിലും അങ്ങനെ ഒരു തിരിമറി നടത്തിയതെന്ന് അജയനും ജാനകിയും ജലജയും സമ്മതിക്കുന്നുണ്ട്. പിന്നീട് ഇവർ ഈ കാര്യങ്ങളെല്ലാം മുത്തച്ഛന് മുമ്പിൽ വെച്ച് ചോദ്യം ചെയ്യുമ്പോൾ വേറെ നിവൃത്തിയില്ലാതെ അവർക്കിതെല്ലാം സമ്മതിക്കേണ്ടി തന്നെ വരികയാണ്. ഒടുവിൽ നിക്കക്കളിയില്ലാതെ 3 പേരും മുത്തച്ഛന് മുമ്പിൽ വീണ് മാപ്പ് അപേക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് വലിയൊരു തെറ്റാണ് പറ്റിപ്പോയതെന്നും ഇനി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു തെറ്റ് സംഭവിക്കില്ലെന്നും ഞങ്ങൾ അനധികൃതമായി സമ്പാദിച്ച എല്ലാ സ്വത്തുക്കളും തിരികെ നൽകാമെന്നും എന്നുള്ള ഇതൊക്കെ പറഞ്ഞ് അവർ മാപ്പ് അപേക്ഷിക്കുന്നുണ്ടെങ്കിലും മുത്തച്ഛൻ അവർ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ കേൾക്കാൻ കൂട്ടാക്കിയില്ല. അന്ന് നാഗേന്ദ്രനോട് ഇവർ ചെയ്ത ചതി എന്താണെന്ന് മുത്തച്ഛൻ ഇപ്പോൾ ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെ നാഗേന്ദ്രന് കൊടുത്ത അതേ ശിക്ഷ തന്നെയാണ് ഇവർക്കും കൊടുക്കുന്നത്. 3 പേരും ഇനി തറവാട്ടിൽ വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് തന്നെ അവർ 3 പേരും തറവാട്ടിൽ നിന്ന് പുറത്താക്കുകയാണ് മുത്തച്ഛൻ.